ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായി അന്നേരം വളർക്കടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയല് വർണ്ണമതാം രണ്ടും അസ്വദ് മാമേ. അല്ലാഹുവേ, ഈ ചെറുസംഘം നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്ന് ആരാധിക്കാൻ ആരുമുണ്ടാവുകയില്ല. ബദരിലെ പന്തലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. സ്വഹാബത്തിന്റെ കൈവശം മതിയായ ആയുധങ്ങളും സന്നാഹങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകളിൽ 70 പേര് കൊല്ലപ്പെടുകയും 70 പേര് തടവിലാവുകയും ചെയ്തു. അവര് പിന്തിരിഞ്ഞോടി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മസമരമാണ് ബദർ എന്നുള്ളത്. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവും മുസ്ലിങ്ങൾക്ക് തുണയായി. അവർ വൻ വിജയം നേടി. ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവർ മുസ്ലിമുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ എഴുതി നാം ബർക്കത്തെടുക്കുന്നു. അവരെ തവസ്സലാക്കി നാം ദുആ ചെയ്യുന്നു. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.